ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നോക്കുന്നത്. +2 ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വളരെ യൂസ്ഫുൾ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. 3 ടെർമിനോളജീസ് ആണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത്: ഡേറ്റ, ഇൻഫോർമേഷൻ ആൻഡ് പ്രോസസ്സിംഗ്. ഈ 3 ടെർമിനോളജീസും നമ്മൾ വീഡിയോയിൽ ഉടനീളം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ 3 ടേംസ് ആദ്യം തന്നെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ, ഇൻഫോർമേഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന 3 ടേംസ് എന്ന് പറയുന്നത്. എന്താണ് ഡേറ്റ? കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇൻഫോർമേഷൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. എന്താണ് ഡേറ്റ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫോർമേഷൻ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റയാണ്. അപ്പം ആ ഡേറ്റയെ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? എ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ദ ഡേറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ. അപ്പോൾ ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഡേറ്റ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റയാണ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ദ ഡേറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ. അപ്പോൾ ഈ ഡേറ്റയെ ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫോർമേഷനാക്കി മാറ്റുന്ന ആ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ, പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോഴാണ് ഈ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത്. ഇതിന് മുന്നേ ബേസിക്സ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ജനറേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ സിലബസിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നോക്കി തുടങ്ങുന്നത്. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബോഡി ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹാർഡ്വെയർ ആൻഡ് മൈൻഡ് ഓഫ് ദി കമ്പ്യൂട്ടർ ഈസ് കാൾഡ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യാൻ ടച്ച്. അതായത് ഇപ്പോൾ കീബോർഡ്, മൗസ് അല്ലെങ്കിൽ പ്രിൻ്റർ, സ്കാനർ, ജോയ്സ്റ്റിക് തുടങ്ങിയിട്ടുള്ള ഡിവൈസുകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊടാനും അതുപോലെ തന്നെ നമുക്ക് കാണാനും കഴിയും. അപ്പം അത്തരത്തിലുള്ള ഡിവൈസുകളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പാർട്സുകളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ? നമുക്ക് തൊടാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോഗ്രാംസുകളാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്തവയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, വെബ് ബ്രൗസർ വരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിലാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്, അതായത് ലാംഗ്വേജുകളില്ലേ, ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലെവൽ ലാംഗ്വേജ്, അങ്ങനെ പലതരത്തിലുള്ള ലാംഗ്വേജുകളുണ്ട്. അതെല്ലാം വരുന്നത് എന്തിലാണ്? സോഫ്റ്റ്വെയറിലാണ് വരുന്നത്. ഇനി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു ഡിവിഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഹാർഡ്വെയറിനെ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU, അതർ ഡിവൈസസ് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU, ദെൻ അതർ ഡിവൈസസ്. ഇതിൽ അതർ ഡിവൈസസ് എന്ന് പറയുന്നത് മദർ ബോർഡ് പോലുള്ള ഡിവൈസുകളാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഇസ് ക്ലാസിഫൈഡ് ആസ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് CPU. ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ 2 രീതിക്കാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചേർന്നതാണ്.
ഇപ്പോൾ നമുക്കൊരു കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഉപയോഗിച്ചാണ് സോഫ്റ്റ്വെയർ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഡിവിഷൻസ് എന്തൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത്രയാണ് നമുക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതായത് ഈ ഹാർഡ്വെയറിൻ്റെ ഓരോ ഡിവിഷൻസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് പഠിച്ചതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുകൾ പഠിക്കും. അതിനുശേഷം നമ്മൾ CPU ആണ് പഠിക്കുന്നത്.